ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആർട്ട് ഫോം എന്ന് പറയുന്നത് ഒരു ഗ്ലാമറും ഇല്ലാത്ത ഒരു ആർട്ട് ഫോമാണ്. ആൻഡ് ഇപ്പോൾ ക്രോസ് ഓവർ റിലീസ് ചെയ്തപ്പോൾ ഐ ഗോട്ട് എ ഫ്യൂ മെസ്സേജസ് ഫ്രം പേരൻസ് ഓഫ് ലിറ്റിൽ ചിൽഡ്രൻ. ഐ വാസ് അമേസിംഗ് അമേസിംഗ് അമേസിംഗ്. നോക്കാം മേത്തിൽ ദൈവമേ ആ ബേബിയാണ് ഇങ്ങനെ നോക്കും. ഒരു ജെന്വൻ ഫ്രണ്ട് എന്നുള്ള രീതി, അല്ലാണ്ട് ഒരു വീഡിയോ തരാനോ വിഷു തരാനോ ഒന്നും അല്ല കേട്ടോ. അങ്ങനെ ചോദിക്കാറുണ്ടോ? അല്ലാണ്ട് ഞാൻ പറയും ഞാൻ ആദ്യം കഥ പറയട്ടെ, കേട്ടു നോക്കും, അങ്ങനെയാണ് അത്. അപ്പം ഇത് ആക്ച്വലി ഞാൻ ആദ്യമേ ചോദിച്ചു എത്ര ദിവസം ഉണ്ട് പറഞ്ഞപ്പോൾ എത്രയോ ദിവസം. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് അത്രയും ദിവസം ഐ കുഡ് നോട്ട് ഗിവ്. റൈറ്റ്, ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന വീട്ടുകാരാണ്. പക്ഷെ എന്റെ കാര്യം വരുമ്പോ ഒട്ടും പ്രോഗ്രസീവ് അല്ല. ഇപ്പോഴും അതിന് റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഏത് കാര്യമാണ്? ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫർമേഷൻ ആണ് ഫൈനൽ ഇൻഫർമേഷൻ എന്ന് കരുതുന്ന എത്രയോ പേരുണ്ട്. Divya Unni has absolutely no connection with that. എന്നിട്ടുമാണ് നിങ്ങളിപ്പോ ക്യാപ്ഷനില് മേത്തിൽ ദേവിക ദിവ്യ ഉണ്ണിയെ കുറിച്ചും അതിനല്ലേ അറിയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Inji, my meal partner. നമസ്കാരം നമസ്കാരം നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എൻ്റെ ഷോയിലുള്ളത് ഭയങ്കര ഒരു അടിപൊളി ഒരു പേഴ്സണാലിറ്റിയാണ്. എന്താ പറയുക, നമ്മളിലെ പലർക്കും ഈ ഒരു വ്യക്തി ഭയങ്കര ഇൻസ്പിറേഷൻ തന്നേക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ലെജൻഡറി എന്നൊരു ടാഗ് ലൈൻ ഭയങ്കരമായിട്ട് ആപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് എൻ്റെ മുന്നിലുള്ളത്. വെൽ നോൺ വെരി ലെജൻഡറി ഡാൻസർ ഡോക്ടർ മേത്തിൽ ദേവിക. നമസ്കാരം മാം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. സാധാരണ എൻ്റെ ഇന്റർവ്യൂസിൽ പലരും ഇങ്ങനെ കമന്റ്സ് ഇങ്ങനെ ഇടും കേട്ടോ. ചിലരുടെ ഇന്റർവ്യൂസിലൊക്കെ എന്നെ ഭയങ്കര അച്ചടക്കം, ലൈക്ക് ഭയങ്കര ശബ്ദം കുറച്ച്, ചിലവരുടെ ഇന്റർവ്യൂസിൽ ഭയങ്കര അട്ടഹാസവും ചിരിയും. ഇതിലേതാണ് കെന്നാന്നൊക്കെ ചോദിച്ചു കുറെ കമന്റ്സ് ഒക്കെ വരും. സത്യത്തിലില്ലേ, നമ്മളിപ്പോ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തികളുടെ ഇപ്പൊ കുറച്ച് ഫ്രണ്ട്ലി വൈബ്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ കുറിച്ച് അഡ്മയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മതിപ്പുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മാമിന്റെ അടുത്ത് കുറച്ച് സൈലന്റ് ആകാനാണ് എനിക്ക് തോന്നി. കാരണം ഈ ഇന്റർവ്യൂവിന്റെ അടിയിൽ എന്നൊക്കെ ഇപ്പൊ ചിരിക്കാതിരിക്കാൻ അറിയാം എന്ന് പറയും. അങ്ങനെ ഒരു വ്യക്തിയാണ് മാം. മാമിനെ കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോഴത്തേനും ഐ സോ ഫീൽ, എന്താ പറയാ മാം, ഇത്രത്തോളം ഞാൻ ലെജൻഡറി എന്ന പദം ഉപയോഗിക്കാൻ കാരണം യു ഡിസേർവിങ് ദാറ്റ്. കാരണം എന്താ പറയാ, 2 നാഷണൽ അവാർഡ് വിന്നർ, പിന്നെ എന്താ മാമിന്റെ പല ആക്ടും അത് ഓസ്കാറിന്റെ ആ ഒരു വക്കിൽ വരെ എത്തിയെന്ന് അറിഞ്ഞു. പിന്നെ മാം ചെയ്യുന്ന ഇപ്പൊ ഈ 6 days മുന്നേ ഒരു വീഡിയോ മാം പബ്ലിഷ് ചെയ്തു. അതിന്റെ കമന്റ്സ് ഞാൻ എല്ലാം ഇരുന്ന് വായിച്ചു. അപ്പം ഐ ഫീൽ ലൈക്ക് യു ആർ സച്ച് ആൻ ഓസം പേഴ്സണാലിറ്റി. നോട്ട് റിയലി. യെസ്, അങ്ങനെ അല്ലാതെ പറയുന്നവരുണ്ട്. അതിപ്പോ നമ്മളെ കുറിച്ച് എന്നെ കുറിച്ച് തന്നെ എന്തോരം പലതും പറയാം, നമ്മളത് മൈൻഡ് ആക്കിയേ വേണ്ട. ഇപ്പൊ മാമിനെ സംബന്ധിച്ചിടത്തോളം മാമിന്റെ ദ ഡെഫിനിഷൻ ഓഫ് ഹാപ്പിനെസ് എന്താണ്? അപ്പാർട്ട് ഡാൻസ് ആണോ, അല്ലെങ്കിൽ അപ്പാർട്ട് ഫ്രം ഡാൻസ് എന്താണ് മാമിന്റെ ഒരു ഹാപ്പിനെസ് ഇത്ര പോസിറ്റീവ് ആയിട്ടിരിക്കാൻ കാരണം? Definition of happiness is physical health first. Okay. അത് ഓട്ടോമാറ്റിക്കലി ഇമോഷണൽ വെൽബീയിങ്ങിലേക്ക് പോകും. ഫിസിക്കൽ ഹെൽത്ത്, പിന്നെ ബാക്കി ഇപ്പം നമ്മൾക്ക് മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ സപ്പോർട്ട് സിസ്റ്റം ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. ലൈക്ക് ഫ്രണ്ട്സ്, ഇഫ് യു ഹാവ് എൻ ഇമോഷണൽ പ്രോബ്ലം ദെൻ ഒരു വലിയ ഡിസ്റ്റർബൻസ് ഉണ്ട്, യു ഹാവ് കൗൺസിലേഴ്സ്, യു ഹാവ് ഫ്രണ്ട്സ്, ഒരു വലിയൊരു സപ്പോർട്ട് സിസ്റ്റം നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാധനമാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം, ഇത് മൂന്നുമാണ് ഡെഫിനിഷൻ ഓഫ് ദ ഫസ്റ്റ് ഡെഫിനിഷൻ ഓഫ് ഓർ ദ മോസ്റ്റ് ക്വിൻറ്റസെൻഷ്യൽ സ്റ്റെപ്പ് ടു ഹാപ്പിനെസ് അല്ലേ. പിന്നെ ബാക്കി പലതും മറ്റുള്ളവരെ പറ്റി നല്ല വിചാരിക്കുക. ഇനി അതില്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുക. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു വിചാരിക്കുന്നതിന് ഉപരി നമ്മളുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് അത് ചെയ്യാനുള്ള എസ്പെഷ്യലി ആസ് എ പെർഫോമർ ഓരോ ഡെക്കേഡ് കഴിയുമ്പോഴും you find so many differences even in your body and നമ്മുടെ വർക്കിൽ ഭയങ്കര ഡിഫറൻസ് വരും, നമ്മുടെ ചിന്താഗതിയിൽ ഡിഫറൻസ് വരും. ആൻഡ് അപ്പം എവറി ഇയർ ഇസ് എ ബോണസ്, റൈറ്റ്? ഇൻ ദ സെൻസ് വൺസ് യു ക്രോസ്ഡ് ദാറ്റ് യൂത്ത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ
Everything has to be in, എല്ലാം I always think I'm very grateful to God. So every year is a bonus. But having said that, ചിലവർ പറയും ഇത്രയും പ്രായത്തിൽ അവരെ കണ്ടില്ലേ, ഇത്രയും പ്രായത്തിൽ. പക്ഷെ ഞാൻ പറയും അങ്ങനെ രണ്ട് വ്യക്തികളെ കമ്പയർ ചെയ്യാൻ പാടില്ല. Because people age differently, right? People, and I'm talking about people in their 60s. Okay. I think even after post 55, people all have different issues. അപ്പോൾ ഞാൻ പലപ്പോഴും പറയണ കേൾക്കാറുണ്ട്, വെൻ ഐ സേ ഐ അഡ്മയർ ദിസ് ഡാൻസർ, മുമ്പ് അത്ര അഡ്മിറേഷൻ ഉണ്ടാവില്ല, പക്ഷെ ഇപ്പം നമുക്ക് ഒരു റിന്യൂഡ് അഡ്മിറേഷൻ ആണ്. ബിക്കോസ് അവരെത്ര കാലം കൊണ്ട് എന്തൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് ഇത്രയും എത്താൻ, ഒരു പ്രൊലോങ്ഡ് ആയിട്ട് ഒരു സ്റ്റേജിൽ അല്ലേ. സോ ഞാൻ ഒരു പക്ഷെ പണ്ട് അഡ്മയർ ചെയ്യാത്ത ഒരുപാട് ആർട്ടിസ്റ്റിനെ ഇപ്പം ഞാൻ അഡ്മയർ ചെയ്യാറുണ്ട്. ജസ്റ്റ് ബിക്കോസ് അവർ ആ കലയെ അത്രയും കാലം സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറയണത് ഈസി അല്ല. 1-2 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് സീരിയസ്ലി. There are so many things, like then life brings its own problems, law of entropy, എല്ലാം വരും law. So then പലവരുടെ അപ്രീഷിയേറ്റ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് ഹാപ്പിനെസ്. പോസിറ്റീവായി ചിന്തിക്കുക. മാമിനെ ഏറ്റവും കൂടുതൽ തകർക്കാൻ പറ്റുന്ന, ഇപ്പൊ മാം പറഞ്ഞ 3 ഘടകങ്ങളുണ്ടല്ലോ, ഇപ്പൊ ഫിസിക്കൽ ഹെൽത്ത്, ഫിനാൻഷ്യൽ ഫ്രീഡം, മറ്റുള്ളവരെ കുറിച്ച് നല്ലോണം ചിന്തിക്കുക. മാമിനെ ഇതിൽ 3 വെച്ചേക്കും ഏറ്റവും കൂടുതൽ മാമിനെ തകർക്കാൻ പറ്റിയ ഒരു ഇമോഷണൽ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ 3 ഏതായിരിക്കും? നമ്മുടെ ലവ്ഡ് വൺസിന് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ അതായിരിക്കും നമ്മളെ at the immediate instant തകർക്കുക അല്ലേ. അത് നമ്മൾക്ക് ചിലത് കൺട്രോളബിൾ ഫാക്ടേഴ്സ് അല്ല. അപ്പം നമുക്ക് എന്ത് പറ്റിയാലും, ബട്ട് ഇൻ കേസ് സംതിങ് ഗോഡ് ഫോർബിഡ് ഹാപ്പൻസ് ടു യുവർ ഇമ്മീഡിയറ്റ് ഫാമിലി ഓർ യുവർ ഫ്രണ്ട്സ്, then that is very very sad, I think. മാം എങ്ങനെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്? നല്ലോണം ലൈക്ക് ഒരു ടച്ച് വെക്കുന്ന കൂട്ടത്തിലാണോ, മെയിൻറ്റെയിനിങ് ചെയ്യാൻ ശ്രമിക്കുന്ന കൂട്ടത്തിലാണോ, അതോ മാമിനെ മനസ്സിലാക്കുന്നവർ? റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും അറിഞ്ഞൂടാ, മെയിൻറ്റെയിൻ ചെയ്യാനും അറിഞ്ഞൂടാ. ബട്ട് നോ, അങ്ങനെ മെയിൻറ്റെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻ ദ മൈൻഡ്, റൈറ്റ്? നമ്മുടെ ഒരു വർക്കിൻ്റെ ഇടയിലൊക്കെ. ബട്ട് സർപ്രൈസിംഗ്ലി ചില ആൾക്കാർ പറയും, എനിക്കത് തരുമോ, അല്ലെങ്കിൽ എനിക്ക് അതൊന്ന് ചെയ്തു തരാമോ, അല്ലെങ്കിൽ ഞാനൊന്ന് അങ്ങോട്ടേക്ക് വന്നോട്ടെ എന്ന്. എനിക്ക് അങ്ങനെ ഒരു ജെന്വിൻ ഫ്രണ്ട് എന്നുള്ള രീതി, അല്ലാണ്ട് ഒരു വീഡിയോ തരാനോ വിഷു തരാനോ ഒന്നും അല്ല കേട്ടോ. മനസ്സിലായി. ഇന്നേ വരെ എന്നെ കാണാത്തത്, ഞാനും അവരെ ഇന്നേ വരെ കാണാത്ത അതും 10 മാസമായിട്ടുള്ള 1 വയസ്സായിട്ടുള്ള കുട്ടിക്കൊക്കെ നമ്മള് വീഡിയോ കൊടുക്കുന്നത് എന്തൊരു കഷ്ടാണ്. ബർത്ത്ഡേ വിഷ് ചെയ്തു മാമിനെ അങ്ങനെ ചോദിക്കാറുണ്ടോ? അല്ലാണ്ട് ഞാൻ പറയും, ദൈവം. ഒരിക്കൽ കാറിലിരിക്കുമ്പോ അടുത്തൊരു ഫാമിലി, ഒരു ബേബി, അതിന് 2-3 മാസം, നോക്കാം മേത്തൽ ദൈവം. ഞാൻ ദൈവമേ, ആ ബേബിയാണ് ഇങ്ങനെ നോക്കും. അതിനെ ഫോക്കസ് ചെയ്യാൻ തന്നെ അറിഞ്ഞൂടാ. പക്ഷെ നമ്മളങ്ങനെ വരുത്താ അല്ലേ, മുഖത്തങ്ങനെ കാണിക്കാൻ പാടില്ലല്ലോ. കാണിക്കുമ്പോ ചെറുത് നോക്കുന്നില്ല അച്ഛമ്മമാർ. പക്ഷെ നമ്മുടെ അതും രസമാണ്. ഫൈനലി പബ്ലിക് അക്ലെയിം ഭയങ്കര രസമുള്ള സാധനമല്ല. നമ്മള് എസ്പെഷ്യലി ഒരു പബ്ലിക് പെർഫോമറാണ്. ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് പറയും, ഇപ്പോൾ ഒരു വല്ലവിടെയും പോയാൽ എന്നെ ചീഫ് ഗസ്റ്റായി വിളിച്ചില്ല എന്നോ, ഞാൻ ചിലപ്പോൾ അപ്രതീക്ഷിതമായി പോയ ഫ്രണ്ട് റോയിൽ ഇരുത്തിയില്ല എന്നോ, ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. ഐ എം സോ ഹാപ്പി സിറ്റിംഗ് ഇൻ ദ ബാക്ക് റോ ആൻഡ് ജസ്റ്റ് എൻജോയിങ് ഇറ്റ്. ആൻഡ് എനിക്ക് അങ്ങനത്തെ ഒരു ലൈം ലൈറ്റ് ഇഷ്ടമല്ല. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, വെൻ പീപ്പിൾ റെക്കഗ്നൈസ് യു, റെക്കഗ്നിഷനെക്കാട്ടിലും നമ്മളെ ഒരു കറക്റ്റ് റീസണിന് നമ്മളെ അറിയുകയാണെങ്കിൽ, not for the wrong reason, then it is very very happy, great joy. അപ്പോൾ അതൊക്കെ രസമാണ്. And especially small little children, right? That makes a lot of difference. ഞാൻ ഓസ്ട്രേലിയയിൽ കളിച്ചപ്പോൾ ലിറ്റിൽ
children, boy ആയാലും girl ആയാലും, it was amazing, amazing, amazing. And ഇപ്പോ Crossroad release ചെയ്തപ്പോൾ അതെ I got a few messages from parents of little children saying they were glued അതെ onto that, right? And they were asking a lot of questions. So ആ ജനറേഷനെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് അതും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആർട്ട് ഫോം എന്ന് പറയുന്നത് ഒരു ഗ്ലാമറും ഇല്ലാത്ത ഒരു ആർട്ട് ഫോമാണ്. അല്ല മാം പറഞ്ഞിട്ടുണ്ട് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളിലൊന്നും എനിക്കൊരു റിഗ്രഷൻ ഉണ്ടാവില്ല. ഞാൻ മാമിനെ നേരിട്ട് കണ്ടില്ല, മാമിന്റെ ഇന്റർവ്യൂസിലൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി മാം ലൈം ലൈറ്റ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വരുന്ന മൂവീസിനോടൊക്കെ നോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പേഴ്സണലി നമ്മൾ ഒരുപാട് ഡയറക്ടേഴ്സിനൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇപ്പൊ ലാസ്റ്റ് തുടരും ഇങ്ങനെ ഞാൻ അവിടുത്തെ ടീം മെമ്പേഴ്സിനെയും ഡയറക്ടറിനെയും തരുൺ ചേട്ടനൊക്കെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഇത് ആദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ കണ്ടത് മിഥിൽ ദേവിക മാമാണ് അല്ലെങ്കിൽ ചേച്ചി തന്നെയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് മറിയതാണ്. അതെന്തുകൊണ്ടാണ് തുടരും വേണ്ടെന്ന് വെക്കാൻ കാരണം? അങ്ങനെയല്ല, ആക്ച്വലി സ്പീക്കിംഗ് അത്രയും ദിവസം എനിക്ക് ആ സമയത്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഈ കഴിഞ്ഞ ഇയർ അല്ലെങ്കിൽ ഈ ഒരു ഇയർ ഫസ്റ്റിലൊക്കെ എടുത്തു നോക്കുമ്പോൾ കുറച്ച് അലിഗേഷൻസ് ഒക്കെ ഡാൻസ് റിഗാർഡിങ് ഇപ്പൊ വേറെ ആർട്ടിസ്റ്റുകൾ ഇപ്പം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഉള്ള പാർട്ടിസിപ്പേഷന്റെ സമയത്ത് ചെയ്തത് ദിവ്യ ഉണ്ണി, എത്രയോ കുട്ടികളെ വെച്ച് നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൽ നടത്തിയ ഒരു ഫോം ഓഫ് ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നീട് മറ്റേ അവിടുത്തെ MLA ഉമാ തോമസ് മാം വീഴുകയും അങ്ങനെ കുറച്ചധികം അലിഗേഷൻസും കാര്യങ്ങളും വരികയും പിന്നെ ഡാൻസിന്റെ പുറകില് കുട്ടികളുടെ അടുത്ത് നിന്ന് പിരിച്ച കണക്ക് മാതാപിതാക്കൾ തുറന്നു പറയുകയും പിന്നെ അതിനേക്കാളും കുറവാണെന്ന് പറയുകയും ഇത് മൊത്തത്തിൽ പിന്നെ ആ ഒരു ആർട്ടിസ്റ്റ് നടത്തിയ ഒരു ബിസിനസ് പ്ലാൻ ആയിട്ടാണ് നമ്മൾ ന്യൂസ് റിപ്പോർട്ട്സ് നമുക്ക് അതിന്റെ ഇങ്ങനെ പുറത്തു വിട്ടത്. ദിവ്യ only has absolutely no connection with that. Okay. എനിക്കറിയില്ല, ആലോചിച്ചാ അറിയാലോ. അവരോട് പഠിപ്പിക്കാൻ പറഞ്ഞു, അവര് വന്ന് പഠിപ്പിച്ചോ എനിക്ക് ഓർമ്മയില്ല എന്താ ആക്ച്വലി എന്നുള്ളത്. അന്നേ ഇത് ഓർമ്മയുണ്ട്. ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന poor thing, അവര് വന്നു, അവരുടെ ജോലി ചെയ്തു, അവര് she must have taken her artistic remuneration. നമ്മളെ പലവരും വിളിക്കുമ്പോൾ നമുക്ക് we don't know the background of people calling us. എല്ലാം നമുക്ക് ടാബ്സ് വെക്കാം, പക്ഷെ ഞാനൊക്കെ ആവുന്നതും നോക്കാറുണ്ട്, ബട്ട് എപ്പോഴും പറ്റില്ലല്ലോ. മാമിന്റെ ലൈഫില് പല തരത്തിലുള്ള എക്സ്പീരിയൻസ് നേരിട്ടിട്ടുള്ള ആളാണ്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ? മാമിന്റെ ലൈഫ് അതല്ല, ലൈക്ക് ഒരുപാട് ജേർണീസ് ഇപ്പൊ റിസർച്ചിന്റെ ഭാഗമായിട്ട് അതെ, കൊറേ ട്രെയിനിൽ ജേർണി ചെയ്തിട്ടുണ്ട്. ലൈഫ് ജേർണി ഇപ്പൊ ഒരുപാട് വ്യക്തികളെ പല സ്ഥലത്ത് നിന്നുള്ള വ്യക്തികളായിട്ട് നിരന്തരം ആരാണ് മാം ഏറ്റവും കൂടുതൽ ഇൻസ്പയർ? മാമിനോട് ചോദിക്കുകയാണ്, ഹു ഇൻസ്പയർസ് യു മോസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെയും സിസ്റ്റേഴ്സിന്റെ ഒന്നും അല്ലാതെ ഞാൻ അവരുടെ പേരൊന്നും ഒരിക്കലും പറയില്ല. ബിക്കോസ് അത് നമ്മൾ ഒരിക്കലും അവരെ സീരിയസ് ആയി എടുക്കുന്നില്ലല്ലോ. നമ്മൾ ചെറുപ്പത്തിൽ ഐ ആം ഇൻസ്പയർഡ് ബൈ മദർ എന്ന് നമ്മളൊന്നും പറയില്ല. നമ്മൾ കുറെ കാലം കഴിഞ്ഞ് നമ്മൾ വളരെ സ്നേഹത്തോടെയും പ്രൗഡായിട്ടാണ് അവരെ കുറിച്ച് ചിന്തിക്കുക. സിസ്റ്റേഴ്സിനെ ആയാലും അമ്മയായാലും, അമ്മയെ പ്രത്യേകിച്ച്. പക്ഷെ അതൊക്കെ ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വന്ന ശേഷേ നമ്മൾ ശരിക്കും അവരെ ഒരു ഒബ്സർവർ ആയിട്ട് നമ്മൾ കാണുള്ളൂ. മറ്റേത് അവര് നമ്മളാണ്, റൈറ്റ്? അപ്പൊ യു വിൽ നെവർ ബി ഇൻസ്പയർഡ് ബൈ ദം. ഇറ്റ് ഈസ് റോങ്. You will be motivated by them, you will be encouraged by them, supported by them. അല്ലാണ്ട് inspiration, who has inspired me? എനിക്ക് പോപ്പുലർ ഫേമസ് നെയിംസ് ഒന്നും എനിക്ക് പറയാം. എന്നെ ഇൻസ്പയർ ചെയ്ത ആൾക്കാരെന്ന് നിങ്ങൾക്ക് അറിയ പോലും ഉണ്ടാവില്ല. ഒരു ഡാൻസ് ക്ലാസ്സിൽ നന്നായി കളിക്കുന്ന ഒരു കുട്ടിയാവാം, പക്ഷെ ഷീ നെവർ ഹാഡ് ദ ഫിനാൻഷ്യൽ എബിലിറ്റി ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്. ഇറ്റ് കുഡ് ഹാവ് ബീൻ എത്രയോ വീട്ടിലത്തെ പ്രോബ്ലംസ് ബാക്കി വെച്ച് വന്ന് പരിശീലിച്ച കുട്ടികളുണ്ട്. ദേ വോൾ ഇൻസ്പയർഡ് മീ. ഐ തിങ്ക് നമ്മൾ ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ യു ഡോണ്ട് നീഡ് ടു നെസസറിലി കോട്ട് ഫേമസ് നെയിംസ്. മനസ്സിലായി. ഈ മാമിന്റെ വീട്ടില് ഇപ്പൊ ഞാൻ ചോദിക്കും, ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന വീട്ടുകാരാണ് എന്നൊക്കെ. പക്ഷെ എന്റെ കാര്യം വരുമ്പോ ഒട്ടും പ്രോഗ്രസീവ് അല്ല.
എന്ത് പറ്റും മാമിന്റെ കാര്യം അല്ല അങ്ങനെയല്ല, അങ്ങനെ നന്നായി. എന്താ വെച്ചാൽ ഞാൻ മേ ബി അതിലും പ്രോഗ്രസീവായി ചിന്തിക്കുന്നതുകൊണ്ട് അവരൊരു അല്ല മാമിന് ബാങ്ക് ജോലിയൊക്കെ കിട്ടിയതല്ലായിരുന്നോ? അപ്പൊ അപ്പോഴൊക്കെ വീട്ടുകാർ പ്രോഗ്രസീവ് ആയിട്ട് പോവണ്ട. അവര് ഞാൻ BCom കഴിഞ്ഞു. ഞാൻ MA ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ മാത്രം അമ്മയും അച്ഛനും പറഞ്ഞു, നീ ഒന്ന് MBA ചെയ്യുക, നീ ഒരു ടേക്ക് അനദർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, എന്നിട്ട് നീ എന്താ ചെയ്തോ പറഞ്ഞു. അത് അന്ന് അവർക്ക് അങ്ങനെ തോന്നി. അത് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നും വന്നില്ല. പക്ഷെ ഇപ്പൊ തോന്നുന്നു അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, നേരെ പോവാമായിരുന്നു. ബട്ട് അല്ല, ഒരു മാസ്റ്റേഴ്സ് ഐ എൻജോയ്ഡ് ദാറ്റ്. ഞാൻ മദ്രാസ് SRM കോളേജിലാണ് MBA മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ചെയ്ത്. അതുകൊണ്ട് ഇന്നും ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, അതിന് കിട്ടിയ ചില നമുക്ക് അറിവുകൾ ആസ് നമ്മളെപ്പോഴും ഞാൻ മാർക്കറ്റിംഗ് ആയിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത, ഞാൻ HR ആണ് എടുത്തിരുന്നത്. ആരും ഇല്ലാത്തതുകൊണ്ട് അവരെന്നെ മാർക്കറ്റിംഗ്. പക്ഷെ അതിന്ന് എനിക്ക് മനസ്സിലായത് ഓഡിയൻസ് എന്നുള്ളൊരു ഘടകം, എൻഡ് യൂസർ, കൺസ്യൂമർ. സോ വെദർ ഇറ്റ്സ് എ സർവീസ് ഓർ ഈവൻ യുവർ ആർട്ട്, ദി ഓഡിയൻസ് ടിക്കറ്റ് കൊടുത്ത് കാണാൻ വരുമ്പോൾ നമ്മുടെ എൻഡ് യൂസർ ആണ്, അല്ലെ, കൺസ്യൂമർ ആണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. How to actually place your work for them. അമ്മയും അച്ഛനും ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അതിന് റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഏത് കാര്യമാണ്? അറിയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ടൈം നോക്കണ്ട, കുത്തി ചോദിക്കത്തില്ല. ആസ് എ മദർ എന്ന നിലയില് എത്ര പ്രോഗ്രസീവ് ആണ് മകന്റെ അടുത്ത്? ഇപ്പൊ അമ്മയും അച്ഛനൊക്കെ ഇത്രയൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ചേച്ചിനെ ഇങ്ങനെയൊക്കെ വളർത്തി, അപ്പൊ മകന്റെ അടുത്ത് എങ്ങനെ? I am more progressive. I am more progressive than him. പുറത്ത് പഠിക്കുന്ന കുട്ടി. As of now, Devang is a traditionalist. എനിക്ക് തോന്നി കേട്ടോ. He is a traditionalist. അവന് നമ്മുടെ നാട് ഭാഷ. I'm glad he's also understanding a lot of other things. നമ്മുടെ ഇൻകൾച്ചറേഷൻ എന്ന് പറയുന്ന ഒരു സാധനം, ഈ കൾച്ചറിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട്, എങ്ങനെ ഇത് ഇങ്ങനെ ആവുന്നു, എവിടുന്ന. അപ്പോൾ ഇന്നിപ്പോ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അതങ്ങനെയല്ല, അപ്പൊ ഇതിങ്ങനെ ചെയ്യാൻ പാടും, അപ്പൊ ഇത് ആക്ച്വലി നമ്മുടെ ആണോ? അപ്പം നന്നായി. അതൊക്കെ കുട്ടികളെ സ്വയം ആലോചിക്കേണ്ടതാണ്. എനിക്ക് തോന്നിയത് അത് നല്ലൊരു മെസ്സേജ്. കാരണം പലരും എബ്രോഡ് പോകുന്ന ഇവിടത്തെ കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചർ വിട്ടിട്ട് വേറെ എന്തോ കൾച്ചർ ആകാൻ വേണ്ടി. ഈവൻ അവൻ അവിടുത്തെ ചില അസൈൻമെന്റ്സും അതെ, അവൻ പലപ്പോഴും നമ്മുടെ ഇന്ത്യൻ ഒരു സിനാരിയോ വർക്ക് ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ ജിയോ സയൻസ് ആയാലും ഒക്കെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിക് ക്ലൈമാറ്റിക് കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കാണ് അവൻ കൊടുക്കുന്നത്. ബിക്കോസ് ഈ സേസ് ഫൈനലി അമ്മ നമ്മുടെ റൂട്ട്സ് ആണല്ലോ, റൂട്ട്സ്. അപ്പം ഇത് ഐ തിങ്ക് ഹീസ് വെരി റൂട്ടഡ് ടു. എനിക്ക് വാസ്തവത്തിൽ അവനെ വിട്ടു വന്നപ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ അങ്ങനെ ചെറുപ്പത്തിലെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ കുറെ യാത്ര ചെയ്തതുകൊണ്ട് എനിക്കൊരു പ്രത്യേക സ്ഥലത്തോട് എനിക്ക് അങ്ങനെ ഹോം സിക്ക് ഒന്നും ആവുന്ന വ്യക്തിയല്ല. പക്ഷെ എനിക്ക് പോലും I feel homesick. Like I understand that നമ്മൾക്ക് എന്താ പറയുന്നത്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇന്ത്യ ഈസ് ഇന്ത്യ, റൈറ്റ്? ആൻഡ് അപ്പൊ അവൻ എത്ര തോന്നുന്നുണ്ടാവും എന്നുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് അവനോട് ആ ടോപ്പിക്കേ ഓപ്പൺ ചെയ്തിട്ട് ഐ നെവർ സേ are you homesick എന്നൊന്നും പറയില്ല. അവനെ എനിക്ക് തോന്നുന്നു അത് മറികടക്കുന്ന വായിച്ചിട്ടും പഠിച്ചിട്ടാണ്. When he misses, I think he reads a lot. But I also know that he would probably come back and. മകന്റെ അടുത്ത് എങ്ങനെ, ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? No, ഭയങ്കര കാഷ്വൽ ചിൽ അമ്മയാണോ? അതുമല്ല മീഡിയം മോഡറേറ്റ്. അങ്ങനൊരു എനിക്കറിയാം. ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര അവനെ ഞാൻ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവനെ, ഒരു 8ാം ക്ലാസ് വരെ. അപ്പോഴൊക്കെ ഞാൻ മോൺസ്റ്റർ ആയിരുന്നു, മോൺസ്റ്റർ.
ഞാൻ എപ്പോൾ പഠിപ്പിക്കൽ നിർത്തി അപ്പം അവന് നല്ല മാർക്ക് വാങ്ങിക്കാനും തുടങ്ങി. അതാണ്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് മനസ്സിലായി എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ല എന്നും. സോ ദാറ്റ്സ് വാട്ട്. നമ്മൾ നല്ല സ്റ്റുഡൻ്റ് ആയിരിക്കാം ചെറുപ്പത്തിൽ, പക്ഷെ നമ്മൾ നല്ല ടീച്ചർ ആയിക്കോളും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതൊന്നും ഐ ഡോണ്ട് സെറ്റ്. ബട്ട് അവനോട് കാര്യങ്ങളൊക്കെ പറയും, ബിക്കോസ് ഇപ്പോൾ ഹി കുക്സ് ഓൺ ഹിസ് ഓൺ ആൻഡ് ഓൾ ദാറ്റ്. മാമിനോട് ലാസ്റ്റ് ആയിട്ട് എനിക്ക് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള. മാമിന് ഇവിടെ പെർഫോം ചെയ്യുമ്പോൾ എബ്രോഡ് ഒരുപാട് അംഗീകാരം കിട്ടുന്ന ഒരു ഫോമാണ്, ആർട്ട് ഫോമാണ് ഡാൻസ് എന്ന് പറയുന്നത്. ഒരുപാട് ഇപ്പം മലയാളീസിൻ്റെ തന്നെ ആയാലും ഇവിടെ ആഘോഷിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് ആഘോഷങ്ങൾ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഒരുപാട് അംഗീകാരം നമ്മുടെ ആസ് ആർട്ടിസ്റ്റ് എന്ന് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവമാണ് എബ്രോഡ്. എവിടെ പെർഫോം ചെയ്യുമ്പോഴാണ് മാമിന് കുറച്ചും കൂടെ എന്താ പറയുക, മാമിന് ഫീലിംഗ് സോ ഹാപ്പി അല്ലെങ്കിൽ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ തന്നെ ചെയ്യുന്നതാണോ അത് എബ്രോഡ് ഷോസ് ചെയ്യുന്നത്? എവ്രിവെയർ അങ്ങനെയൊന്നുമില്ല. ആർട്ടിസ്റ്റ് ഇവിടുത്തെ വേദിയിൽ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്ന വർക്ക്, ഞാൻ തന്നെ പ്രസന്റ് ചെയ്യുന്നു, ഞാൻ തന്നെ ഏത് വർക്ക് ചെയ്യുന്നു, കണ്ടന്റ് ഞാൻ തന്നെ ഡിസൈഡ് ചെയ്യുന്നു, അവിടെയും ഞാൻ തന്നെ ഡിസൈഡ് ചെയ്യുന്നു. പിന്നെ അവിടെ ഒരു ഗുണം, ഒരു പക്ഷെ ഇവിടെ അംഗീകരിക്കാത്ത വർക്ക് എല്ലാം അവിടെ ഭയങ്കര അംഗീകരിക്കും. ബിക്കോസ് the art has grown so much there, technology wise ആയാലും കണ്ടന്റും നമ്മുടെ മീഡിയം തന്നെ, ആൻഡ് ഓൾസോ ദ കൈൻഡ് ഓഫ് വർക്ക്, റൈറ്റ്? മൾട്ടിമീഡിയ ആണെങ്കിലും തോട്ട് പ്രോസസ് ആണെങ്കിലും there's a lot of intellectual discourse happening. When I say intellectual, I'm not talking about intelligence, but I'm talking about those conversations. Art becomes a medium to converse problems and issues. And ഞാൻ എന്നെ അവിടുത്തെ ഓസ്ട്രേലിയൻ മെയിൻ സ്ട്രീമിൽ നടക്കുന്ന ചില തിയേറ്റേഴ്സിൽ പോയി ചില വണ്ടർഫുൾ വർക്ക് കാണാനും, അവർക്കും എൻ്റെ വർക്ക് ഭയങ്കര എൻ്റെ വർക്ക് കാണാൻ വന്നിട്ട് they said some really important things that perhaps even I never thought. So the way they read it was very interesting. And ഇവിടെ ഒരു പക്ഷേ നമ്മുടെ നാട്ടില് എനിക്ക് എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഓഡിയൻസ് ഒക്കെ ബീൻ വെരി നൈസ്. സഭയായാലും അമ്പലമായാലും അല്ലാത്ത സ്ഥലമായാലും ഏത് സ്പേസിലായാലും. ഇപ്പം ഞാൻ വാഴലിക്കാവിലാണ് എൻ്റെ വർക്ക് ചെയ്തത്, ധാരികാവധം, റൈറ്റ്? അവിടെ ആയാലും അവിടുത്തെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരു സിസ്റ്റം ആയാലും നമ്മൾ എനിക്ക് തോന്നുന്നു എങ്ങനെ ഇരിക്കും എന്നുള്ളതും ഇരിക്കും. സോ ഇറ്റ്സ് എ മ്യൂച്വൽ റിലേഷൻഷിപ്പ്. സോ നമ്മളൊരവിടെ പോയി അവര് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന അവർ ആക്ച്വലി നമ്മളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നവർ. that's a dialogue. അതാണ് ഒരു ലിവിങ് എൻവയൺമെന്റ് ആണ് ഓരോ സ്പേസും. നമ്മൾ ഇടപഴകുന്ന അനുസരിച്ചിരിക്കും. ഇടപഴകം എന്ന് പറയുന്നത്, ഞാൻ ഒരു പ്ലേസിൽ പോയി ഇന്ന വർക്ക് ചെയ്യണം എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ആ പ്ലേസിൽ ചെയ്യാൻ പറ്റുന്ന വർക്ക് എന്തായിരിക്കണം. എനിക്ക് എൻ്റെ വർക്കിൽ വല്ല പൊളിറ്റിക്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഗുണകരം ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് ആയിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അല്ലാണ്ട് ചുമ്മാ ഡിക്റ്ററ്റോറിയലായിട്ട് ഡയഡറ്റിക് ആയിട്ട് ഇതിങ്ങനെയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ ഒരിക്കലും ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് റൈറ്റ്. ഇന്നോവേഷൻ എക്സ്പെരിമെന്റേഷനും എല്ലാം ഭയങ്കര നല്ലതാണ്. ചിലവർ വളരെ ഒത്തന്റിക് ആയിട്ട് അതിനെ റൂട്ട്സിലേക്ക് കൊണ്ടുപോകാൻ നോക്കും വർക്ക്, അതും എക്സ്പെരിമെന്റ് ആണ്. ചിലവർ ഇതെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് വേറെ ഏരിയാസിലേക്ക് കടക്കും, അതും ഇന്നോവേഷൻ ആണ്. പക്ഷെ എപ്പോഴാണ് നമ്മൾ അതിൽ ഇതേ പാടുള്ളൂ, അത് ശരിയല്ല എന്ന് പറയുന്നു, അപ്പൊ നമ്മൾ ഭയങ്കര ക്ലോസ്ഡ് പേഴ്സണാലിറ്റി ആയി മാറും. സോ ഇറ്റ് റിയലി ഡസന്റ് മാറ്റർ. ഫോർ മീ ഓഡിയൻസ് ആർ ഓൾ അതിൻ്റെ ഒരു നാച്ചുറൽ എൻവയൺമെന്റ് ഉണ്ടാവാം, പീപ്പിൾ എൻവയൺമെന്റ് ഉണ്ടാവാം, റിസോഴ്സസ് ഉണ്ടാവും. നമ്മൾ എന്താണ് അവിടെ പ്രസന്റ് ചെയ്യുന്നതെന്ന് നമ്മൾ അവിടെ പോയി, ഇപ്പൊ ഞാൻ അങ്ങനെയാണ്, മുൻകൂട്ടി ഒന്നും പോയി ചെയ്യില്ല. ഐ വിൽ സ്റ്റഡി the space and I will immerse myself and then I will understand. ഇവിടെ നമുക്ക് അറ്റ്ലീസ്റ്റ് മുൻകൂറായിട്ട് നമുക്കറിയാലോ
ഇപ്പൊ കൃഷ്ണഗാന സഭയിൽ ഒരു പ്രോഗ്രാം നമുക്കറിയാം അവിടെ എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ വേറെ സ്ഥലത്ത് പോകുമ്പോൾ യു ഹാവ് ടു നോ അതിന്റെ ഹോംവർക്ക് ചെയ്യണം. വാട്ട് ഈസ് എ സോർട്ട് ഓഫ് അവരുടെ എന്താണ് ഇങ്ങനെ അവരെന്താ പ്രിഫർ ചെയ്യുന്നത്. എല്ലാവരും ഫൈനലി ടിക്കറ്റ് വാങ്ങിച്ചു വരുന്നവരല്ലേ. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിന്റെ അർത്ഥം നമ്മൾ ഡാൻസിങ് ടു ദ ഗാലറീസ് എന്നല്ല, നമ്മുടെ വർക്ക് ഷുഡ് ബി ട്രൂ ടു അസ്, should be true to us as an artist. This is what I like doing. But that doesn't mean this is the be all and end all of my art. It is still open to innovation, open to arguments, open to problems. മാമിന് ഇപ്പൊ ഈ ലാസ്റ്റ് ഇപ്പൊ കുറച്ച് നാളുകൾ അല്ലെങ്കിൽ ഇയേഴ്സ് എടുത്ത് നോക്കുമ്പോൾ മാമിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വർക്കഹോളിക് ആയോ, അല്ലെങ്കിൽ ഒരുപാട് കണ്ടിന്യൂസ് ഇങ്ങനെ ഇപ്പൊ പ്രൊജക്ഷൻ ഈ സ്റ്റേജ് ഷോസ് പ്രൊജക്ട്സ് ഒക്കെ വരുമ്പോൾ? I am not at all a workaholic. അല്ല, I am a very lazy person. സാധാരണ ഡാൻസ് കളിക്കുന്ന അടുക്കും ചിട്ടയും ഭയങ്കര ഡിസിപ്ലിൻ ഒക്കെ. ഓക്കെ. പക്ഷെ ഇതിനൊരു ഡിസിപ്ലിൻ ഉണ്ട് എനിക്ക്, ഈ പാറ്റേണിനോ. ഒരു ഡിസിപ്ലിൻ. ഈ നമ്മൾ ഒരു സ്പെൽ ഓഫ് ലേസിനെസ്, പിന്നെ ക്രിയേഷൻ, പിന്നെ നമ്മൾ ചെയ്യുന്നു, മോർണിംഗ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, പിന്നെ ചില നെക്സ്റ്റ് ഡേ ഫുൾ ഡേ ചെയ്യുന്നു, പിന്നെ 2 ദിവസം നമ്മൾ ആലോചിക്കുന്നു. ഇതിനൊരു പാറ്റേൺ ഉണ്ട്. സോ യു കാൺട്ട് ആക്ച്വലി സേ ദാറ്റ്. സോ വാട്ട് ഈസ് ഡിസിപ്ലിൻ എന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ഇത് എന്നെ സംബന്ധിച്ച് ദിസ് ഹെൽപ്സ് മീ. ഈ പാറ്റേൺ ഹെൽപ്സ് മീ ആൻഡ് ഇറ്റ് ഹെൽപ്സ് മീ പ്രൊഡ്യൂസ് ഗുഡ് വർക്ക്. ഐ എം നോട്ട് എ പേഴ്സൺ ഡെയിലി എണീച്ച് 3 മണിക്കൂർ പ്രാക്ടീസ് ചെയ്തു. ബിക്കോസ് എനിക്ക് ഐ വിൽ നോട്ട് ബി, ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി മോട്ടിവേറ്റഡ്. I may probably get sick of myself very fast. Right, the same movement എന്തിനാ അങ്ങനെ ചെയ്യുന്നത്. But ഞാൻ maybe എല്ലാ ദിവസവും I'll try different stuff, different kind of movement dynamic, different kind of body experience. Okay. ഇനിയുള്ള മൂവി പ്രൊജക്ട്സ് ഇനി അപ്കമിങ് ഏതൊക്കെയാ പറയാൻ പറ്റും? ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ എന്റെ ഡാൻസ് തന്നെ, മറ്റേത് ഫിലിമിൽ ഡാൻസ്, എന്റെ ഡാൻസ് തന്നെ ഫിലിം ആവുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദ ഡാൻസ് ബിക്കംസ് ദ ഫിലിം. സോ ഇനിയിപ്പോ ഞാൻ ശരിക്കും റിലീസ് ചെയ്യാത്ത ഇനിയും 3-4 വർക്ക് ഉണ്ട് എന്റെ. പക്ഷെ ഇനി ഫിലിം എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞിട്ട് ആരാണോ സ്ക്രിപ്റ്റ് റൈറ്റർ, ആരാണോ എന്നെ അപ്രോച്ച് ചെയ്യുന്നത്, അത് അവരോട് ചോദിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ ഒരിക്കലും ഉണ്ടാവില്ല, ചിലപ്പോൾ ചെയ്തേക്കാം. But it's exciting, you know. I really like, I understood that I enjoy acting. Okay. അപ്പം ഇനിയും മാമിന് ഇഷ്ടപ്പെടുന്ന പ്രൊജക്ട്സുകൾ വരട്ടെ. ഇനി മാമിന്റെ വർക്ക്സ് ഇനി ഒരുപാട് അല്ലേ, ഇനി ചെയ്ത് തീർക്കാനായിട്ട് ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ട്. അതെ അതെ, ബുക്ക് ഉണ്ട്. ഇനി നെക്സ്റ്റ് ഡാൻസിന്റെ തന്നെ നെക്സ്റ്റ് പ്രൊജക്ട്സ് ഒക്കെ റിലീസ് ആകാനുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. താങ്ക് യു സോ മച്ച് ഇത്രയും ബിസി ഷെഡ്യൂളിലും എനിക്ക് വേണ്ടി കുറച്ച് ടൈം മാം തന്നതിൽ.